ബിഫോർ സെക്സിന് മുൻപുള്ള ഫോർ പ്ലേയെ കുറിച്ചിട്ടും അതിന്റെ നീഡിനെ കുറിച്ച് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പോപ്പുലേഷനും അവെയർ ആണെന്ന് മാത്രമല്ല അവരതെല്ലാം റിലേഷൻഷിപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ഡാമേജ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത് സെക്സ് ഈക്വലൈസ് ചെയ്യാനും സെക്ഷൽ പ്ലഷർ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷമുള്ള ഒരു ആഫ്റ്റർ പ്ലേ ഉണ്ട്, അതിനാരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. ഓരോ സെക്സിന് ശേഷവും തീർച്ചയായും നമ്മൾ ഫിസിക്കലി ഡൗൺ ആവും എന്നത് സത്യമാണ്. പക്ഷേ അതേ പാടെ കിടന്നുറങ്ങുന്ന ഒരുപാട് കപ്പിൾസ് ഉണ്ട്. ആ ഒരു ടൈമിനെ വേണ്ട പോലെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ ഇമോഷണൽ ഇൻറ്റമസീനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ ടൈം. നിങ്ങളുടെ പാർട്ട്ണറുമായി ആഫ്റ്റർ ഒരു സെക്സിന് ശേഷമുള്ള അവരുടെ കണ്ണിൽ നോക്കി ഒന്ന് സംസാരിച്ച് നോക്കും. അവരുടെ ഫിയറിനെ കുറിച്ച്, അവരുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറിച്ച്, അവരുടെ ഫീലിങ്സ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ അതിനെയാണ് ആഫ്റ്റർ പ്ലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആഫ്റ്റർ പ്ലേ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലെ ആ ഒരു ഇമോഷണൽ ഇൻറ്റമസിക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും.